ഒരു വൃക്ഷത്തിൻ്റെ വേര് എവിടെയാണോ നിൽക്കുന്നത്, വേരെവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ വരുന്നതാണ് വേര് വലിച്ചെടുക്കുന്നത്. ഒരു വൃക്ഷം നിൽക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ നല്ല പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നെങ്കിൽ ആ പച്ചവെള്ളമാണ് അത് വലിച്ചെടുക്കുന്നത്. മണ്ണെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിലോ അത് ഉണങ്ങിപ്പോവും. കാരണം എന്താ ഉണങ്ങിപ്പോയേ? ആ വളം ഇട്ടപ്പോൾ അതൊരു വേണ്ടാത്ത വളമായിരുന്നു, ഒരു കെമിക്കലായിരുന്നു, ഒരു പോയിസൺ ആയിരുന്നു. അത് അതിൻ്റെ മൂട്ടിൽ ഇട്ടപ്പോൾ എന്താണ് അത് ഉണങ്ങിപ്പോയത്? ഒന്ന്, ആ വൃക്ഷത്തിനത് താങ്ങാൻ കഴിഞ്ഞില്ല. രണ്ട്, ആ വേര് അതിനകത്ത് കയറി പിടിച്ചു. യെസ്, നീ വിഷമാണോ വിശ്വാസിയാണോ എന്നറിയണമെങ്കിൽ നിന്റെ വേരെവിടാന്നറിഞ്ഞാൽ മതി. നിങ്ങളാകുന്ന വൃക്ഷം നിൽക്കേണ്ടത് സ്നേഹത്തിലാണ്. ഈ 2026 എൻ്റെ വാത്സല്യ കുടുംബങ്ങളോട്, സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, എന്നെ ഒന്ന് നോക്കിയേ. ഇനി എത്ര കാഹളം ഊതിയാലും, ഇവിടെ ഇനി എന്തൊക്കെ നടന്നാലും, നിന്നിൽ സ്നേഹമില്ലെങ്കിൽ നീ ഒരു വിഷമായിരിക്കും. ഫ്രൂട്ട്ഫുൾ ആകണം, ഫ്രൂട്ട്ഫുൾ ആകണം. ദൈവം ഈ ഭൂമിയിൽ വൃക്ഷങ്ങളെ മുളപ്പിച്ചപ്പോൾ അതത് ഫലമുള്ള എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, ഫലകരമായിരുന്നു. നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിന് എന്ന് യേശു പറയുന്നു, മോർ ഫ്രൂട്ട്ഫുൾ. അപ്പൊ ഫ്രൂട്ട്ഫുൾ ആകാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങളുടെ റൂട്ട് എവിടാണ്, നിങ്ങളുടെ വേരെവിടെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പണത്തിലായിരിക്കരുത് വേരിറങ്ങേണ്ടത്, അധികാരത്തിലും അധികാരത്തിൻ്റെ ദുരാഗ്രഹങ്ങളിലും പദവികളിലുമായിരിക്കരുത് വേരിറങ്ങേണ്ടത്. ഞാൻ സ്നേഹത്തോടെ പറയുക, സ്വാർത്ഥതകളിലായിരിക്കരുത് വേരിറങ്ങേണ്ടത്, പകയിലും വിദ്വേഷത്തിലും ആയിരിക്കരുത് വേരിറങ്ങേണ്ടത്. ഇതെല്ലാം നിങ്ങളെ നശിപ്പിച്ചു കളയും. ഇതെല്ലാം നിങ്ങളെ ഒരു മരം ഉണക്കിക്കളയുന്ന പോലെ ഉണക്കിക്കളയും. പക്ഷെ സ്നേഹത്തിൽ വേരൂന്നിയാൽ, നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ ദൈവദാസനോട്, നിങ്ങളുടെ സഭയോട്, നിങ്ങളുമായി ഡേ ടു ഡേ ലൈഫിൽ ഇടപഴകുന്നവരോട് ആ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടാകണം. ചേർന്ന് രാമീൻ പറഞ്ഞേ. ആമേൻ.